കർത്താവിൽ പ്രിയരെ, വിജ്ഞാനവും വിദ്വേഷവും നിറഞ്ഞ ഒരു ലോകത്ത് ജീവിക്കുന്ന നാം ഇന്ന് ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വിഷയം സ്നേഹത്തോടെ സേവിക്കുക എന്നുള്ളതാണ്. വളരെയധികം ആനുകാലിക പ്രസക്തി ഉള്ള ഒരു വിഷയമായതുകൊണ്ടാണ് ഈ വിഷയം തന്നെ തിരഞ്ഞെടുക്കാനിടയായത്. യോഹന്നാൻ 13:35 ഇപ്രകാരം പറയുന്നു: നിങ്ങൾക്ക് തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ എന്നെല്ലാവരും അറിയും. തമ്മിൽ സ്നേഹിക്കാൻ പറഞ്ഞ ഒരു അപ്പൻ്റെ മക്കളാണ് നാം എല്ലാവരും. ഉൽപ്പത്തി 1 സൃഷ്ടിയുടെ ആരംഭത്തെ പറ്റി നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നു. ഓരോ സൃഷ്ടിയും കർത്താവ് നടത്തിയപ്പോൾ എല്ലാം നല്ലതെന്ന് കണ്ട കർത്താവ് മനുഷ്യന് വേണ്ടുന്നതെല്ലാം ഈ ഭൂമിയിൽ ഉണ്ടാക്കി വെച്ചു. മനുഷ്യനെയും ദൈവം സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിലാക്കി അവനെ ഏറ്റവും അധികം സ്നേഹത്തോടെ പരിപാലിച്ചിരുന്ന ഒരു അപ്പനെ നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നു. ആ അപ്പൻ്റെ മക്കളും തമ്മിൽ സ്നേഹത്തോടെ ജീവിക്കുവാൻ ആഹ്വാനം ചെയ്യുകയാണ് വചനത്തിലൂടെ. 1 യോഹന്നാൻ 4 അതിൻ്റെ 7 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വായിക്കുകയാണെങ്കിൽ പിതാവിന് മക്കളോടുള്ള സ്നേഹത്തിൻ്റെ ആഴത്തെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കും. സ്നേഹം എന്താണെന്നും തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയക്കുവാൻ പിതാവിനെ പ്രേരിപ്പിച്ച ഘടകം സ്നേഹമായിരുന്നുവെന്നും സാക്ഷാൽ സ്നേഹം തൻ്റെ ഏകജാതനായ പുത്രനെ ലോകത്തിലേക്ക് അയച്ച് നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തിയതാണെന്നും അവിടെ വ്യക്തമായി കാണുന്നു. അതിനോടൊപ്പം തന്നെ നാമും തമ്മിൽ സ്നേഹിക്കണം എന്ന പിതാവിൻ്റെ ആഗ്രഹം അവിടെ വ്യക്തമാകുന്നു. നമുക്ക് തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നാം അപ്പൻ്റെ മക്കളായും ശിഷ്യന്മാരായും ദൈവം നമ്മിൽ വസിക്കുന്നവരായും വെളിപ്പെടുമെന്ന് വചനം അവിടെ നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ ഇന്നത്തെ ലോകത്ത് കാണുവാൻ കഴിയാത്തതും ഈ സ്നേഹം തന്നെയാണ്. വഷളത്വവും മ്ലേച്ഛതയും ഞരക്കവും നിറഞ്ഞ ഒരു ലോകത്താണ് നാം ഇന്ന് ജീവിക്കുന്നത്. സ്വന്തം ലോകം ഉയർത്തുക, സ്വന്തം സുരക്ഷ കെട്ടിപ്പടുക്കുക എന്നൊക്കെയുള്ള സ്വാർത്ഥ ചിന്തകളാണ് എങ്ങും നമുക്ക് കാണുവാൻ കഴിയുന്നത്, അല്ലേ? സ്വന്തം കാര്യം നേടുക, അന്യൻ്റെ വേദനകൾ കാണുവാൻ കഴിയാതെ ഓടുന്ന ലോകത്തോട് കർത്താവ് പറയുന്നു: നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുവിൻ. ദൈവവചനം പറയുന്നത് നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണം എന്നാണെങ്കിൽ അത് നമുക്ക് ഈ ഭൂമിയിൽ കാണിച്ചു തന്ന ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തി നിങ്ങളോട് ചോദിക്കുകയാണ്: എന്നെ അറിയാമോ? കർത്താവായ യേശു ക്രിസ്തു എന്ന എന്നെ നിങ്ങൾക്ക് അറിയുമോ? ആരാണ് യേശു ക്രിസ്തു? യേശു നമുക്ക് എന്താണ് കാട്ടിത്തന്നത്? സ്വന്തം ജീവനെ തന്നവനാണ് നമ്മുടെ കർത്താവ്. സ്വർഗം വെടിഞ്ഞ് ഭൂമിയിൽ വന്നവൻ, മനുഷ്യനെ പോലെ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടവൻ, വിശപ്പറിഞ്ഞവൻ, സാധാരണക്കാരൻ്റെ മകനായി വളർന്നവൻ, പാപം ചെയ്യാതെ ജീവിക്കാൻ കഴിയും എന്ന് നമുക്ക് കാട്ടിത്തന്നവൻ, കൽപ്പനകളെല്ലാം നിവർത്തിച്ചു പാലിച്ചവൻ, പിതാവിൻ്റെ സ്നേഹത്തെ ലോകത്തിന് വെളിപ്പെടുത്തി തന്നവൻ, നമുക്ക് വേണ്ടി ദൈവത്തോട് നിരന്തരം പ്രാർത്ഥിച്ചവൻ, ഇപ്പോഴും നിരന്തരം ഇടപെടുന്നവൻ, കാൽവരിയിൽ 3 ആണിമേൽ തൂങ്ങി മരിച്ചവൻ. ആത്മാവിൻ്റെ ഫലമാണ് സ്നേഹം എന്ന് പറയുന്നത്. ഗലാത്യ ലേഖനത്തിൽ നാം കാണുന്ന 9 ആത്മാവിൻ്റെ ഫലവും അത് വെവ്വേറെയല്ല, അത് എല്ലാം ഒന്നാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടെ അല്ലാതെ ഈ ഫലങ്ങൾ നമ്മിൽ വെളിപ്പെടുവാൻ സാധ്യമല്ല. ഗലാത്യർ 5:22 അത് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. നാം പലപ്പോഴും പറയാറുണ്ട്, മറ്റുള്ളവരുടെ വേദനകൾ അനുഭവിച്ചവർക്കാണ് വേദനകളെ മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന്. അതുകൊണ്ടാണ് സ്വർഗം വെടിഞ്ഞ് സർവ സൃഷ്ടിയുടെയും ഉടമയായ കർത്താവ് ഭൂമിയിൽ വന്ന് ദാസരൂപമെടുത്ത് ജീവിച്ചത്. ആത്മാവിൻ്റെ ഫലം ഓരോന്നായി കർത്താവ് നമുക്ക് കാണിച്ചു തന്നു. ഗലാത്യർ 6:2 ഇപ്രകാരം പറയുന്നു: തമ്മിൽ ഭാരങ്ങളെ ചുമപ്പിനെന്ന് കർത്താവ് പഠിപ്പിച്ചപ്പോൾ നമ്മുടെ നോട്ടവും ലക്ഷ്യവും എവിടെയാണ്? സാന്ത്വനത്തിന് പകരം വേദനയുടെ വാക്കുകളും ആശ്വാസത്തിന് പകരം പരിഹാസത്തിൻ്റെ മുൾമുനയുമാണോ നമ്മുടെ വായിൽ നിന്ന് വരുന്നത്? നാം സ്വയം ശോധന ചെയ്യേണ്ടിയിരിക്കുന്നു. നാം ഓരോ അനീതി ചെയ്യുമ്പോഴും കർത്താവിൻ്റെ മുറിവിൻ്റെ ആഴം നാം കൂട്ടുകയാണ്. അവൻ തൻ്റെ മുറിവിലേക്ക് നോക്കുന്നു. എൻ്റെ മുറിവിൽ നിന്നൊഴുകിയ ചോരപ്പാടുകൾ നിന്റെ പാപത്തിൻ്റെ പ്രായശ്ചിത്തമായിരുന്നു. നീ ഇപ്പോഴും ആ പാപത്തിൽ തന്നെ കിടക്കുന്നത് കർത്താവിനെ വേദനിപ്പിക്കുന്നു. അവൻ്റെ മുറിവിൻ്റെ ആക്കം നാം ഓരോ പ്രാവശ്യവും പാപത്തിൽ ആഴുമ്പോൾ അവൻ്റെ മുറിവിനും ആഴം കൂടുന്നു. പരിശുദ്ധൻ്റെ രക്തത്തിൽ നാം സ്വയം കഴുകി മാനസാന്തരത്തിൻ്റെ അനുഭവത്തിൽ നിത്യവും വെളിപ്പെട്ട് ദൈവം നമുക്ക് വച്ച് നീട്ടുന്ന സ്വർഗരാജ്യത്തിൽ നാം എത്തിച്ചേരുമോ?
സ്വയം പരിശോധിക്കേണ്ടതാണിത്. ഗലാത്യർ 5:24 ക്രിസ്തേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ സകല രാഗമോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു എന്ന് നാം കാണുന്നു. നാം ഇന്ന് അനുഭവിക്കുന്ന ഓരോ കഷ്ടതയ്ക്കും ഒരു കാരണമുണ്ട് പ്രിയരെ. കുടുംബജീവിതത്തിലെ പ്രയാസങ്ങൾക്ക് ഒരു സ്ഥാനമുണ്ട് പ്രിയരെ. പിറുപിറുപ്പല്ല നമ്മിൽ നിന്ന് വരേണ്ടത്. ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും പ്രത്യാശയുടെയും പുഞ്ചിരി നമ്മിൽ നിന്ന് വരുമ്പോൾ അലറിക്കൊണ്ട് വിഴുങ്ങാൻ വന്ന പിശാച് ഒരു എലി പോലെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഓടിപ്പോകും. ഇതിൻ്റെ അടിസ്ഥാനമോ ക്രിസ്തുവിൻ്റെ സ്നേഹം എന്തെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹമാണ് വേദപുസ്തകത്തിൻ്റെ ഉടനീളമുള്ള സന്ദേശം. ആരുമില്ലാത്തവനെന്ന് ഒറ്റപ്പെടുന്നവന് ഉള്ള ഒരു ഉത്തരമാണ് യേശുക്രിസ്തു. യേശുക്രിസ്തുവിനെ അറിയുക. സുഖലോലുപതയിൽ ജീവിച്ച് നാം നരകത്തിൽ ചെന്ന് വീഴുന്നവരാകാതിരിക്കുവാൻ നിത്യവും അവൻ്റെ അടിപ്പിണരുകളിൽ വിശ്വസിച്ച് അവിടുത്തെ തിരുരക്തത്തിൽ നമ്മെ തന്നെ കഴുകി ശുദ്ധീകരിച്ച് ദൈവത്തിൻ്റെ മക്കളായി നമുക്ക് ഓരോ ദിവസവും രൂപാന്തരപ്പെടാം. ദൈവം നമ്മെ ഏവരെയും സമൃദ്ധി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.